السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد، اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة، من شر التي قبلها ومن شر التي بعدها. اللهم أصلح لنا النية والذرية والعمل. اللهم إنا نعوذ بك أن نشرك بك ونحن نعلم ونستغفرك لما لا نعلم. ثم أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 44 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനു, നിങ്ങൾ സഹായം തേടുക, ബിസ്സബ്രി വസ്സലാഹ്, സബർ കൊണ്ടും അഥവാ ക്ഷമ കൊണ്ടും, സലാഹ് നിസ്കാരം കൊണ്ടും. ഇത് രണ്ടും മുഖേന അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടുക. വഇന്നഹാ, തീർച്ചയായും അത് ലകബീറത്തുൻ, അത് ഭാരിച്ചതാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂഉള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഒഴികെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് സഹായം തേടാൻ പറയുന്നു, ക്ഷമിച്ചുകൊണ്ടും അതുപോലെ നിസ്കാരം കൊണ്ടും. റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ എളുപ്പമാകാൻ, അവൻ വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കൽ എളുപ്പമാകാൻ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഒരാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഇത് രണ്ടും, സബറും അതുപോലെ സ്വലാത്തും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി വന്നിട്ടുള്ള പ്രസിദ്ധമായ ഒരു അസറാണ്, ഞങ്ങളുടെ നല്ല ഐഷ്, നല്ല ജീവിതം നമ്മൾ നേടിയെടുത്തത് സബർ കൊണ്ട് മാത്രമാണ്, ക്ഷമ കൊണ്ട് മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത് ഏറെ അവൻ്റെ കിതാബിൽ കൽപ്പിച്ചിരിക്കുന്നു, പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു അവരിഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മുഖേന അള്ളാഹുവിനോട് സഹായം തേടാൻ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു. സബർ എന്നാൽ നിങ്ങളിൽ പലരും പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുള്ളതുപോലെ 3 ഇനങ്ങളാണ് സബർ, ക്ഷമ 3 കാര്യങ്ങളിലാണ്. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാൻ. 2, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ. 3, അള്ളാഹുവിൻ്റെ വിധിയാൽ സംഭവിക്കുന്ന പ്രയാസകരമായ കാര്യങ്ങളിൽ. ഈ 3 കാര്യങ്ങളിലാണ് സബർ, ക്ഷമ. ഇത് 3ഉം ക്ഷമയുടെ ഭാഗമാണ്. ഇതിലേതാണ് ഏറ്റവും വലുത്, ഏറ്റവും ശ്രേഷ്ഠം? പൊതുവെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഇതിൽ ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും വലുത് അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കാനുള്ള ക്ഷമയാണ്. കാരണം ബാക്കി 2 കാര്യങ്ങളിൽ പൊതുവെ ഉപേക്ഷിക്കുക എന്നതാണ്. ഹറാമിലുള്ളത് എന്താണ്? അത് ചെയ്യാതിരിക്കുക എന്നതാണ്. മറ്റൊന്നും അതിന് വേണ്ടതില്ല, ചെയ്യാതിരിക്കുക. അള്ളാഹു വിധിച്ച വിധിയാൽ പ്രയാസകരമായ വല്ലതും ഉണ്ടായാൽ അള്ളാഹുവിന് വെറുപ്പുള്ളതൊന്നും പറയാതിരിക്കുക, ചെയ്യാതിരിക്കുക. അതാണ് അള്ളാഹുവിൻ്റെ വിധിയിലെ ക്ഷമ. അവിടെയും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാൻ അതിന് പ്രയത്നം ആവശ്യമുണ്ട്. അത് ചെയ്യാൻ ഒരുങ്ങുമ്പോഴുള്ള മടിയെ, അലസതയൊക്കെ മാറ്റി നിർത്തി അതിനോട് പോരാടി അത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് തുടങ്ങിയാൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാൻ, നിർബന്ധമോ സുന്നത്തോ ആകട്ടെ, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാൻ പ്രവർത്തിക്കാനുള്ള ക്ഷമയാണ് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷമ എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു. പക്ഷേ
മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. ഇത് പൊതുവെയുള്ള കാര്യമാണ്. അതേസമയം ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ ഇതല്ലാത്ത ക്ഷമ വളരെ കടുത്ത, വലിയ, തീവ്രമായ പ്രയാസം സഹിച്ച് മാത്രം പിടിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നേക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർഷിൻ്റെ തണൽ ലഭിക്കുന്ന, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ആർഷിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത സമയത്ത് തണൽ ലഭിക്കുന്ന ആളുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരാൾ ശാബുൻ വറജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. വറജുലുൻ ഒരാളാണ്, ദഅത്ഹു അയാളെ ക്ഷണിച്ചു, ഇംറഅത്തുൻ ഒരു സ്ത്രീ, ദാതു മൻസിബിൻ വജമാലിൻ നല്ല തറവാടിത്തമുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, ഫാഹിഷത്തിലേക്ക്, ഒരു അവിഹിതത്തിലേക്ക് അവൾ ക്ഷണിച്ചു. ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹുവിനെ ഭയമാണ്. അയാൾ ആ ഫാഹിഷത്തിന് നിന്നു കൊടുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അർശിൻ്റെ തണൽ ലഭിക്കുന്നവരിലാണ് എണ്ണിയത്. അത് ഏതിലുള്ള ക്ഷമയാണ്? ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ക്ഷമയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഫർദ് അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാൻ ഉള്ള ക്ഷമയാണ് ഏറ്റവും വലുത് എന്നത് പൊതുവായുള്ള കാര്യമാണ്. അതേസമയം ഓരോ വ്യക്തികളുടെ കാര്യത്തിൽ ചിലപ്പോൾ അത് ചില സന്ദർഭങ്ങളിൽ മാറി വരാം. നോക്കൂ, ഹറാമുകൾ ഉപേക്ഷിക്കുന്നതിന് ഒരു മുസ്ലിമിന് പ്രതിഫലമുണ്ടോ? ഉത്തരം പൊതുവേ ഉണ്ട്. മൊത്തത്തിൽ ഹറാമുകൾ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ നിന്നുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. അതേസമയം ഒരു പ്രത്യേക തിന്മ, കള്ളു കുടിക്കാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു മുസ്ലിമിന് എപ്പോഴാണ് ഓരോ തിന്മ ഉപേക്ഷിച്ചതിന് പ്രതിഫലം ലഭിക്കുക? അത് ഒരാൾക്കത് ചെയ്യാൻ പ്രേരണയുണ്ടായി, മനസ്സിലത് ചെയ്യാനുള്ള ത്വരയുണ്ടായി, എന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് അതിൽ നിന്ന് മാറി നിന്നാൽ അവനത് നന്മയായി രേഖപ്പെടുത്തപ്പെടും. റബ്ബ് അതേക്കുറിച്ച് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ തറകഹു മിൻ ജറാഇ, അയാൾ എനിക്ക് വേണ്ടിയാണത് ഉപേക്ഷിച്ചത് എന്ന്. ഇതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? ആ തിന്മ അതിലേക്ക് പ്രേരണ നൽകുന്ന കാര്യങ്ങളുണ്ട് എങ്കിലാണ്. ഉദാഹരണത്തിന് ഒരാളൊരു വാഹനത്തിലൂടെ, നാട്ടിൽ ബസ്സിലൂടെ ഒരാളിങ്ങനെ പോവുകയാണ്, വഴിയിൽ ഒരു കള്ളുഷാപ്പ് കാണാം. നേരത്തെ ഇത് ശീലമുണ്ടായിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിൻ്റെ മുന്നിലൂടെ കടന്നു പോകുക അയാൾക്ക് പ്രയാസമായിരിക്കും. അതേസമയം ജീവിതത്തിൽ അത് നുണഞ്ഞു നോക്കിയിട്ടില്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ തിന്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അയാൾക്ക് അതേക്കുറിച്ച് യാതൊരു ചിന്തയോ പ്രേരണയോ ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലും തിന്മ നേരത്തെ ചെയ്തിട്ടോ നേരത്തെ അതിന് അടിമപ്പെട്ടിട്ടോ ഉണ്ട് എങ്കിൽ വീണ്ടും അതിലേക്ക് ചിന്ത വരുമ്പോൾ ഒരാൾ അള്ളാഹുവിന് വേണ്ടി അത് ഉപേക്ഷിച്ചാലാണ്. അവന് കഴിയാത്തത് കൊണ്ടത് ഉപേക്ഷിച്ചാലല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടി അവനതിന് സാധിക്കുമെന്നിരിക്കെ ഉപേക്ഷിച്ചാൽ അവന് അത് നന്മയായി രേഖപ്പെടുത്തപ്പെടും എന്നാണ്. അപ്പോൾ നോക്കൂ, സബറിൽ മൂന്നാമത്തെ ഇനം അത് അള്ളാഹുവിൻ്റെ വിധിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ക്ഷമിക്കുക എന്നതാണ്. ഇത് നോക്കൂ, ഇതും ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില സന്ദർഭങ്ങളിൽ മറ്റുള്ള രണ്ട് ക്ഷമയേക്കാൾ കടുത്തതായി തീരാം. ചില സന്ദർഭങ്ങളിൽ പൊതുവെ മൊത്തത്തിൽ പറഞ്ഞാൽ ഫർദ് ചെയ്യാനുള്ള ക്ഷമയാണ് ഏറ്റവും വലുത്, പിന്നെ ഹറാം ഉപേക്ഷിക്കാനുള്ള ക്ഷമ, പിന്നെ അള്ളാഹുവിൻ്റെ വിധിയാൽ സംഭവിക്കുന്ന പ്രയാസകരമായ കാര്യങ്ങളിൽ ക്ഷമിക്കുക. എന്തുകൊണ്ടാണ് ഇതിനെ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വെച്ചത്? കാരണം അവൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. എന്തു ചെയ്യാനാണ്? ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളതുപോലെ, ഒന്നുകിൽ നീ ഖിറാമിൻ്റെ സബറാക്കുക, മാന്യന്മാരായ ആളുകളുടെ ക്ഷമിക്കുക, അല്ലെങ്കിൽ നീ ഹയവാനുകളുടെ, മൃഗങ്ങളുടെ വെപ്രാളം കാണിക്കുക. രണ്ടിലൊന്നേ നിൻ്റെ മുന്നിലുള്ളൂ, അല്ലാതെ വേറെ വഴിയില്ല. എന്നാൽ ഒരു ചിലപ്പോൾ ചില വ്യക്തികളുടെ കാര്യത്തിൽ ഒരു പ്രിയപ്പെട്ട ആളുടെ വേർപാടോ മറ്റെന്തെങ്കിലും മുസീബത്തുകളോ അയാൾക്ക് വലിയ പ്രയാസമുണ്ടാക്കിയേക്കാം. അപ്പോൾ ക്ഷമ കൈക്കൊള്ളുക എന്നത് അള്ളാഹുവിങ്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സഫീയിനെ, ഒരാൾക്ക് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ആൾ എന്നാണ് ഒരാളുടെ സഫീ എന്ന് പറഞ്ഞാൽ അർത്ഥം. അയാളെ മരിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഒരാൾ പരീക്ഷിക്കുകയും അയാൾ ക്ഷമിക്കുകയും ചെയ്താൽ അള്ളാഹു അയാൾക്ക് സ്വർഗം നൽകും എന്ന് വന്നിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, ഒരാളുടെ കുട്ടി മരണപ്പെട്ടാൽ മലായിക്കത്ത് ആ കുഞ്ഞിനെ, മരണത്തിൻ്റെ മലക്കുകൾ മരിപ്പിച്ച ശേഷം റബ്ബിനരികിലേക്ക് ചെല്ലുകയും റബ്ബ് മലായിക്കത്തിനോട് ചോദിക്കുകയും ചെയ്യും, ഖബൽതും നിങ്ങൾ പിടിച്ചുവോ അയാളുടെ കരളിൻ്റെ കഷ്ണത്തെ, വസമറത ഫുആദ് അവൻ്റെ കൽബിൻ്റെ കനിയെ നിങ്ങൾ എടുത്തുവോ? മലായിക്കത്ത് പറയും അതെ. അള്ളാഹു ചോദിക്കും ഫമാദ ഖാല അബ്ദി, അപ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? അപ്പോൾ മലക്കുകൾ പറയും ഹമിദക വസ്തർജഅ, ഹമിദക് അള്ളാഹു അയാൾ നിന്നെ സ്തുതിച്ചു, വസ്തർജഅ ഇസ്തിർജാ പറഞ്ഞു, ഇസ്തിർജാ എന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു പറയും എങ്കിൽ ഉബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന വസമ്മുഹു ബൈത്തൽ ഹംദ്, നിങ്ങൾ അവന് സ്വർഗത്തിലൊരു വീട് പണിയുക, അതിന് നിങ്ങൾ ബൈത്തുൽ ഹംദ് സ്തുതിയുടെ ഭവനം എന്ന് പേര് കൊടുക്കുക. അള്ളാഹു മലായിക്കത്തിനോട് പറയും എന്നാണ്. അപ്പോൾ നോക്കൂ, ഈ സബർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേണ്ടത് കൽബിലാണ്. വളരെ വളരെ ശ്രദ്ധിക്കണം. കൽബ് അള്ളാഹുവിനെക്കുറിച്ച് മോശമായി ചിന്തിക്കാതെ വെപ്രാളപ്പെടാതെ ഇരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്, അതിനുശേഷം നാവ് കൊണ്ട് വേണ്ടാത്തത് പറയരുത്, അതുപോലെ ശരീരം കൊണ്ട് വേണ്ടാത്തത് പ്രവർത്തിക്കുകയോ കുപ്പായം വലിച്ചു കീറുകയോ മുഖത്തടിക്കുകയോ ഒക്കെ ചെയ്യുക ക്ഷമക്ക് തീർത്തും എതിരാണ്. അതേസമയം ഒരാളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകുക, ഒരാൾ അലറാതെ കരയുക എന്നത് സബറിന് ക്ഷമക്ക് എതിരല്ല. കാരണം ഇമാമുസ്സാബിരീൻ, ക്ഷമാലുക്കളുടെ മുഴുവൻ ഇമാമായ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഖൽബ യഹ്സൻ വൽ ഐന തജ്മഅ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബന. ഹൃദയം സങ്കടപ്പെടും, കണ്ണുകൾ നിറയും, എന്നാൽ റബ്ബിന് തൃപ്തിയുള്ളതല്ലാതെ നമ്മൾ പറയുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഒരാൾ വാക്കാലൊന്നും പറയുന്നില്ല, ശരീരം കൊണ്ടൊന്നും പ്രവർത്തിക്കുന്നില്ല, അഥവാ ക്ഷമക്ക് വിരുദ്ധമായ ആളുകൾക്ക് തോന്നുന്ന രൂപത്തിൽ വാക്കാലൊന്നും പറയുന്നില്ല, കൈകാലുകൾ കൊണ്ടൊന്നും പ്രവർത്തിക്കുന്നില്ല, പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അവൻ വെപ്രാളപ്പെടുകയും അള്ളാഹുവിനെക്കുറിച്ച് മോശം വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ ക്ഷമിച്ചിട്ടില്ല. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് എന്ന താബിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, വഖദ് യജ്സഉ റജുൽ വഹുവ യതജല്ലദ്. ചിലപ്പോൾ ഒരു മനുഷ്യൻ ജസഅ കാണിക്കും. ജസഅ എന്ന് പറഞ്ഞാൽ എന്താ? സബറിൻ്റെ നേരെ വിപരീതമാണ് ജസഅ. സബറിൻ്റെ വിപരീതം എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? ജസഅ, വെപ്രാളം. അതാണ് സബറിൻ്റെ നേരെ വിപരീതം. അഥവാ അവൻ ക്ഷമിക്കുന്നില്ല എന്നർത്ഥം. ഒരാൾ ജസഅ ആണ് കാണിക്കുന്നുണ്ടാവും, ജസഅ ആണ് അവൻ്റെ ഉള്ളിൽ, വഹുവ യതജല്ലദ്. പക്ഷേ അവൻ യതജല്ലദ് എന്ന് പറഞ്ഞാൽ പുറമേക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കും, പുറമേക്ക് അതിൻ്റെ ഒരടയാളം അവൻ്റെ മുഖത്ത് കാണുകയില്ല. ലാ യുറാ മിൻഹു ഇല്ല സബർ. ആളുകൾ കണ്ടാൽ വിചാരിക്കും ആൾ ക്ഷമിക്കുകയാണ്, സബറല്ലാതെ. മറിച്ച് ഹൃദയം അത് അള്ളാഹുവിനെക്കുറിച്ച് ഒന്നും മോശമായത് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ കൽബിനെ പിടിച്ചു വെക്കുക എന്നതാണ് സബറിൽ ആദ്യം വേണ്ടത്. അള്ളാഹുവിനെക്കുറിച്ച് നീ മോശം വിചാരിച്ചു പോകരുത്. നീ മനസ്സിലാക്കണം ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്നിട്ട് നീ അതിന് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അള്ളാഹു ഉദ്ദേശിക്കാതെ നിനക്കൊന്നും വരികയില്ല, നിന്നെ ബാധിക്കാതെ പോവുകയുമില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ പ്രതിഫലം നീ ഹൃദയത്തിൽ പ്രതീക്ഷിച്ച് നിൻ്റെ ഖൽബാദ്യം സമാധാനത്തിലുണ്ടാവുക എന്നതാണ് സബറിൻ്റെ ഒന്നാമത്തെ ഘട്ടം. അതില്ലാതെ ചിലപ്പോൾ ചില ആളുകൾ പുറമേക്ക് ഇങ്ങനെ മരക്കഷ്ണം പോലെ നിന്നേക്കും, പക്ഷേ ഉള്ളിൽ മുഴുവൻ ജസഅ ആയിരിക്കും. അത് സൂക്ഷിക്കണം നമ്മൾ. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് ഈ പറഞ്ഞ വാക്കിൽ സുബ്ഹാനല്ലാഹ് വളരെ വലിയ പാഠമുണ്ട്. സബർ, പ്രിയ സഹോദരങ്ങളെ, അത് പ്രകൃതിയാ കിട്ടിയ ആളുണ്ടാവും എന്ന് പറഞ്ഞാൽ അയാൾ പൊതുവേ ക്ഷമാശീലനാണ്, അവൻ്റെ സ്വഭാവമേ അങ്ങനെയാണ്. സബറിനെ കുറിച്ചുള്ള മഹത്വമോ അതിനെക്കുറിച്ചുള്ള ആയത്തോ ഹദീസൊന്നും പഠിച്ചിട്ടായിരിക്കില്ല. പ്രകൃതി അള്ളാഹു ആ രൂപത്തിലുള്ള പ്രകൃതം നൽകിയ ആളുകൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണത്, അനുഗ്രഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് അഷജ് അബ്ദുൽ ഖൈസ് ഗോത്രത്തിലെ നേതാവായിരുന്ന അഷജ് റളിയല്ലാഹു അൻഹു വരികയുണ്ടായി. ബാക്കി ആ ഗോത്രക്കാരൊക്കെ
മദീനയിലെത്തി, തിരക്ക് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം ശാന്തമായി മദീനയിലെത്തിയപ്പോൾ തൻ്റെ വാഹനത്തിനൊക്കെ കെട്ടി സമാധാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹും അല്ലാഹ്, നിന്നിലൊരു 2 സ്വഭാവങ്ങളുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന 2 സ്വഭാവങ്ങളാണ്. അൽ ഹിൽമു വൽ അനാതു. അൽ ഹിൽമു വൽ അനാതു. ഹിൽം എന്നാൽ ഒരാളുടെ വിവേകമാണ്. അനാത്ത് എന്നാൽ ഒരാളുടെ അവധാനതയാണ്. ചാടിക്കയറാതിരിക്കുക, എടുത്തിയാടാതിരിക്കുക, അതിനാണ് അനാത്ത് എന്ന് പറയുക. അദ്ദേഹം ചോദിച്ചു, നബിയെ, ഇത് ഞാൻ നേടിയെടുത്തൊരു സ്വഭാവമാണോ, അതല്ല അള്ളാഹു എനിക്ക് നേരത്തെ എൻ്റെ പ്രകൃതത്തിൽ നിശ്ചയിച്ചതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു നിൻ്റെ പ്രകൃതത്തിൽ നിശ്ചയിച്ചതാണ്. അദ്ദേഹം അള്ളാഹുവിന് സ്തുതി പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന 2 സ്വഭാവത്തിൽ എന്നെ പടച്ച റബ്ബിനാണെല്ലാ സ്തുതിയും. ഒരാളുടെ ജിബില്ലത്തായി ആ സ്വഭാവം ലഭിച്ച, ജിബില്ലത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രകൃതം തന്നെ അങ്ങനെയാണ്, പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. ചില സ്വഭാവങ്ങൾ ആളുകൾക്ക് അങ്ങനെ പ്രകൃതിയായി കിട്ടിയേക്കും, ദീൻ പഠിച്ചിട്ടൊന്നുമല്ല. ദീനിൽ പറയപ്പെട്ട സൽസ്വഭാവങ്ങൾ പ്രകൃതിയായി കിട്ടിയ ആളുകളുണ്ടാകും. അവർ ദീൻ കൂടി പഠിച്ചാലോ സുബ്ഹാനല്ലാഹ്, നൂറുൻ അലാ നൂർ, പ്രകാശത്തിനു മേൽ പ്രകാശം എന്ന് പറഞ്ഞതുപോലെ. എന്നാൽ പ്രകൃതിയായി ഇത് കിട്ടാത്ത ആളുകളാണോ, ഇത് കിട്ടിയിട്ടില്ലേ, പ്രകൃതി ഒരാളുടെ സ്വഭാവം അത് വെപ്രാളവും അതുപോലെ അക്ഷമയും ഒക്കെയാണോ, അയാളുടെ ബാധ്യത ക്ഷമിച്ച് ശീലിക്കലും അള്ളാഹുവിനോട് ദുആ ചെയ്യലുമാണ്. ക്ഷമിച്ച് ശീലിക്കുക, ദുആ ചെയ്യുക. കാരണം ക്ഷമ ഒരാൾ പരിശീലിക്കാൻ ശ്രമിച്ചാൽ, ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു അതവന് നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യതസബ്ബർ യുസബ്ബിർഹു അല്ലാഹ്, ആരെങ്കിലും ക്ഷമ ശീലിക്കാൻ ശ്രമിച്ചാൽ, ക്ഷമിച്ചു പഠിച്ചാൽ, യുസബ്ബിർഹു അല്ലാഹ്, അള്ളാഹു അവനെ ക്ഷമാലുവാക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും. ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, അറിവ് പഠിച്ചു മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അറിവ് ഒരാൾക്ക് വെറുതെ ഇരുന്നാൽ കിട്ടുകയില്ല. കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴേക്കും ഒരാൾ ആലിമായി തീരുകയില്ല. മറിച്ച് അത് പഠിച്ചു കിട്ടുന്നതാണ്. വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും, ഹിൽം ഒരാളുടെ വിവേകവും സഹനശീലവും ഒക്കെ ബിത്തഹല്ലും, സഹിച്ച് ഒരാൾക്ക് കിട്ടുന്നതാണ്. അതങ്ങനെ പരിശീലിച്ച് നേടിയെടുക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യലാണ് അതില്ലാത്ത ഒരാളുടെ ബാധ്യത. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മാറാൻ കഴിയില്ല എന്ന് പറയരുത്. ഇതൊരിക്കലും പറയാൻ പാടില്ല. നിനക്ക് സാധിക്കും, നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവനെ തവക്കുലാക്കുക. അതുപോലെ ക്ഷമിച്ച് ശീലിക്കുക, നിരാശനാകരുത്. ഒരു പക്ഷേ 1 or 2 കാര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല എന്ന് വരും, പക്ഷെ പിന്നീട് സാധിക്കും. എത്രത്തോളം തൻ്റെ നാവ് സൂക്ഷിക്കാൻ 20 വർഷമായി ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സലഫുകളിൽ ചിലർ പറഞ്ഞത് കാണാം. ഇതുവരെ എനിക്കത് പറ്റിയിട്ടില്ലായിരുന്നു. 20 കൊല്ലമായി ഞാനതിന് പരിശീലിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ മുൻഗാമികളെ കാണാം. നാവ് നിയന്ത്രിക്കാൻ നിരാശനാകരുത്. നിൻ്റെ പരിശ്രമത്തിന് അള്ളാഹുവിൽ പ്രതിഫലമുണ്ട്. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ, നമുക്ക് വേണ്ടി പരിശ്രമിച്ചവൻ, അവനെ നമ്മിലേക്കുള്ള നന്മയുടെ വഴികളിലേക്ക് നാം വഴി നടത്തുന്നതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഖലാസോടെ അള്ളാഹുവിന് വേണ്ടി നീ ഏതേത് സൽസ്വഭാവം പരിശീലിച്ചാലും അള്ളാഹുവിൽ അതിന് പ്രതിഫലമുണ്ട്. നോക്കൂ, നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവത്തെയും നമ്മൾ ഇഷ്ടപ്പെടാതെ പോകരുത്, അതിനെ ഇഷ്ടപ്പെടുക. ചില മുൻഗാമികൾ സലഫുകൾ പറഞ്ഞതുപോലെ, ഞാൻ നന്മയെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അത്ര അതിൻ്റെ ആളല്ല എങ്കിലും തിന്മയെ ഞാൻ വെറുക്കുന്നു, എനിക്ക് അത് പറ്റിപ്പോകാറുണ്ട് എങ്കിലും ഇതായിരിക്കണം നിൻ്റെ ഖൽബ്, എങ്കിലാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നിന്നെ അതിലേക്ക് വഴി നടത്തുക. അതിഷ്ടപ്പെട്ട്, നന്മ ഇഷ്ടപ്പെട്ട് അതിന് പരിശ്രമിച്ചാൽ അള്ളാഹു അതിലേക്ക് നിന്നെ വഴി നടത്തും ഇൻഷാ അല്ലാഹ്. നീ അതിലായിട്ട് മരിക്കുക എന്ന അവസ്ഥ അള്ളാഹു തന്നാൽ തന്നെ സുബ്ഹാനല്ലാഹ്, അത് മതിയല്ലോ. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അമലുകളെല്ലാം ഒരാളുടെ അന്ത്യം എങ്ങനെയാണ്, അവസാനം എങ്ങനെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു നിൻ്റെ അതിനോടുള്ള ഇഷ്ടവും അതിനുവേണ്ടിയുള്ള പ്രയത്നവും അതിനുവേണ്ടിയുള്ള ദുആവും ഒക്കെ അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെട്ട് അവൻ നിന്നെ ആ സൽസ്വഭാവത്തിലായി മരിപ്പിച്ചാൽ അത് മതി, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഏതേത് സൽഗുണമാകട്ടെ, സൽസ്വഭാവമാകട്ടെ, ദീനിൽ പറഞ്ഞ നല്ലൊരു ഗുണമാകട്ടെ, എനിക്കത് സാധിക്കയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകരുത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിന് പരിശ്രമിക്കുക, അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പ്രത്യേകിച്ച് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ. അപ്പോൾ നോക്കൂ, സബർ എന്ന് പറയുന്നത് അള്ളാഹു അവനോട് സഹായം തേടാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അവനോട് സഹായം തേടാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്.
അതുപോലെ സഹായം തേടാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് സലാഹ്, നിസ്കാരം എന്ന് പറയുന്നത്. ദുനിയാവിൻ്റെ ആഖിറത്തിൻ്റെ കാര്യങ്ങളാകട്ടെ, ദുനിയാവിൻ്റെ കാര്യങ്ങളാകട്ടെ, പരലോകത്തിൻ്റെ കാര്യങ്ങളാകട്ടെ, നിനക്കത് അള്ളാഹു നൽകാൻ നിസ്കാരം പോലെ ഉപയോഗപ്രദമായ മറ്റൊരു കാര്യവുമില്ല. അള്ളാഹു പറഞ്ഞു, നോക്കൂ നിങ്ങൾ, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ് വഅഖിമിസ് സ്വലാഹ് ഇന്നസ് സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹു നിനക്ക് വഹിയായി നൽകിയ കിതാബിൽ നിന്ന് നീ പാരായണം ചെയ്യുക. വഅഖിമിസ് സ്വലാഹ്, നിസ്കാരം നിലനിർത്തുക. ഇന്നസ് സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം തടയും. അനിൽ ഫഹ്ശാ, വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്ന്, വൽ മുൻകർ, ദീനിൽ എതിർക്കപ്പെടുന്ന മോശമായ കാര്യങ്ങളിൽ നിന്ന് തടയും. വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ദിക്റാണ് ഏറ്റവും വലുത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സല്ലാ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രയാസകരമായി മുന്നിൽ വന്നാൽ, എന്തെങ്കിലും ഒരു പ്രയാസത്തിലകപ്പെട്ടാൽ സല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. ചില റിവായത്തുകൾ കാണാം ഫസിഅ ഇല സലാഹ്, നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിപ്പെട്ട് ചെല്ലും. നോക്കൂ, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത് ചില റിവായത്തുകളിൽ കാണാം അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഹ്സാബ് എന്നാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ മുസ്ലിമീങ്ങൾ വിറപ്പിക്കപ്പെട്ട, പേടി കൊണ്ട് അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുടിയിലെത്തിപ്പോയി. വസുൽസിലു സിൽസാലൻ ഷദീദ, അവർ കഠിനമായി വിറപ്പിക്കപ്പെട്ടു എന്ന് അള്ളാഹു പറഞ്ഞ യുദ്ധമാണ് അഹ്സാബ്. കാരണം മക്കയിലെ മുശ്രിക്കുകളും ഒരുപാട് കക്ഷികളും, അതുകൊണ്ടാണ് അഹ്സാബ് എന്നതിന് പേര് വന്നത് തന്നെ. പല ഹിസ്ബുകൾ, ഒരുപാട് കക്ഷികൾ മുസ്ലിമീങ്ങൾക്കെതിരിൽ ഉരുമ്പെട്ടു വന്നു. 10,000-ഓളം വരുന്ന സൈന്യം, അല്ലെങ്കിൽ അതിലധികം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം മദീനയുടെ ഒരു ഭാഗത്ത്, മദീനയുടെ ചില ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് കടന്നു വരാൻ സാധിക്കാത്ത രൂപത്തിലുള്ളതാണ്. ഈന്തപ്പനകളും അതുപോലെ ഹറ എന്നുപേരുള്ള കറുത്ത കല്ലുകളുള്ള ഭാഗങ്ങളും, ആളുകൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഭാഗത്ത് ഖന്തഖ് കുഴിച്ചു. അതുകൊണ്ടാണ് അതിന് ഖന്തഖ് എന്ന യുദ്ധത്തിന് പേരുള്ളത്. കിടങ്ങ് കുഴിച്ചു, വലിയ കുഴികൾ കുഴിച്ചു. എന്നിട്ട് നോക്കൂ, സുബ്ഹാനല്ലാഹ്, കൊടിയ തണുപ്പാണ്, കൊടിയ തണുപ്പുള്ള സമയം, അതുപോലെ കൊടിയ വിശപ്പ്. ഇത് രണ്ടും മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രയാസകരമായ സമയം. മാത്രമല്ല, ആ സമയം സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മദീനക്കുള്ളിൽ കോട്ടക്കകത്താക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ബനു ഖുറൈദ എന്ന മദീനക്കകത്തുള്ള യഹൂദികൾ, ജൂതഗോത്രം, മുസ്ലിമീങ്ങളുമായുള്ള കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി മുസ്ലിമീങ്ങൾ കിട്ടുന്നത്. ഉള്ളിലും ശത്രുക്കൾ, പുറത്തും. ഇങ്ങനെ പ്രയാസകരമായ സമയമായിരുന്നു അത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ സമയത്താണ് ഇത് പറഞ്ഞത് എന്ന് ചില റിവായത്തുകൾ കാണാം. ഞാൻ നബിയെ നോക്കുമ്പോൾ നബി നിസ്കരിക്കുകയായിരുന്നു. നബി പ്രയാസകരമായ സന്ദർഭങ്ങളിൽ നിസ്കാരത്തിലേക്ക് തിരിയും. ബദറിൻ്റെ തലേന്ന് സഹാബത്ത് പറയുന്നത് കാണാം, ഞങ്ങളിൽ ഒരാൾ പോലും ഉറങ്ങാത്തതില്ല, എല്ലാവർക്കും ഉറക്കമുണ്ട്, എല്ലാവരും ഉറങ്ങി. അള്ളാഹു അവർക്ക് നിഅമത്തായി നൽകിയതായിരുന്നു ആ ഉറക്കം എന്നതാണ്. സലഫുകൾ ചിലർ പറഞ്ഞത് കാണാം, ഭയപ്പാടിൻ്റെ സന്ദർഭത്തിൽ, പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹു ഉറക്കം നൽകിയാൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അനുഗ്രഹമാണ്. ആ ഉറക്കം കഴിയുമ്പോൾ പ്രയാസത്തിന് എളുപ്പം ലഭിച്ചേക്കും. ദിക്റിൻ്റെ, ഇൽമിൻ്റെ, അതുപോലെ ഖുർആൻ പാരായണത്തിൻ്റെ ഒക്കെ സന്ദർഭങ്ങളിൽ ഉറക്കം വരിക ശൈത്താനിൽ നിന്നാണ് എന്നും സലഫുകൾ പറഞ്ഞത് കാണാം. ഒരാൾക്ക് കുറ്റമില്ല, കാരണം അത് ഒരാളുടെ നിയന്ത്രണത്തിലല്ല. ഇപ്പം എന്തെങ്കിലും ഖൈർ കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഉറക്കം വരിക എന്നത് അയാളുടെ നിയന്ത്രണത്തിലല്ല. സംസാരിക്കുന്ന ആൾക്ക് ഉറക്കം വരികയുള്ളൂ, കാരണം സംസാരിക്കുന്നയാൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടിരിക്കുന്നവർക്ക് ഉറക്കം വന്നേക്കാം, ഒരാളുടെ കയ്യിലല്ല അത്. പക്ഷേ ഇതാണ് പൊതുവായി ഉള്ളത്. അത് പേടിയുള്ള സന്ദർഭത്തിലാണോ അത് നല്ല നന്മ, അത് ഖൈറിൻ്റെ അടയാളമാണ്, അള്ളാഹുവിൽ നിന്നാണെന്ന് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് കാണാം. ബദറിൻ്റെ തലേന്ന് സഹാബത്ത് ഉറങ്ങി. സഹാബത്ത് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈകൾ ഉയർത്തി ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിയെന്നാണ്. പ്രയാസം കടുത്താൽ ഈ വിധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി. അങ്ങനെയാണ് ചുമലിലെ തട്ടം താഴെ വീണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതെടുത്ത് നബിയുടെ ചുമലിലിട്ട് പറഞ്ഞു, മദീന നബിയെ, അള്ളാഹു താങ്കൾക്ക് നൽകിയ വാഗ്ദാനം അവൻ പൂർത്തീകരിക്കും എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു. ഇപ്പോൾ നോക്കൂ, നബിയുടെ രീതിയാണ്, പ്രയാസമുണ്ടായോ നിസ്കരിക്കുക എന്നത്.
മുസ്ലിമീങ്ങളിൽ പലർക്കും സംഭവിക്കുന്ന അബദ്ധമാണ്. പ്രയാസമുണ്ടായാൽ അവർ നിസ്കാരത്തിലേക്ക് തിരിയുകയില്ല എന്നത്. അള്ളാഹുലേക്ക് തിരിയാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ആദ്യം മറന്നു പോവുക എന്നത് മുസ്ലിമീങ്ങൾക്ക് സംഭവിക്കുന്ന പ്രശ്നമാണ്. എന്നിട്ട് ആകെ ഇതിനൊരു വഴിയുമില്ല, കുറേ സമയം ആ പ്രശ്നത്തിൽ അങ്ങനെ ബേജാറായതിനു ശേഷം മാത്രം ദുആയിലേക്കും നിസ്കാരത്തിലേക്കും തിരിയുന്നതിന് പകരം ആദ്യം നീ അള്ളാഹുലേക്ക് തിരിയുക എന്നത് റബ്ബിൻ്റെ തൗഫീഖാണ്. അതിനാദ്യം സാധിച്ചാൽ അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് പ്രയാസങ്ങൾ എളുപ്പമായി തീരും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു യാത്രക്കിടയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിനൊരു വിവരം വന്നുകൊണ്ട് കിട്ടുകയാണ്. ഖുഥം എന്നു പേരുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ട വിവരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നു കിട്ടുകയാണ്. അദ്ദേഹത്തിന് അത് പ്രയാസകരമായി. അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ അവിടെ നിർത്തി ഒരു വശത്തേക്ക് മാറി നിസ്കരിച്ചു. സുദീർഘമായി അദ്ദേഹം നിസ്കരിച്ച് അദ്ദേഹം തിരിച്ച് വാഹനപ്പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക അദ്ദേഹം പറഞ്ഞു എന്നാണ്, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഫഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഈ ആയത്ത് എന്താണ്? അദ്ദേഹത്തിന് വലിയ എളുപ്പം അതിനുശേഷം അനുഭവപ്പെട്ടു അള്ളാഹുലേക്ക് തിരിഞ്ഞപ്പോൾ. കാരണം ഏത് ഹൃദയമാണോ അള്ളാഹുൽ അവലംബിച്ചത്, അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് അവൻ്റെ ദിക്റാൽ നിറഞ്ഞത്, ആ ഹൃദയമാണ് സന്തോഷമുള്ള ഹൃദയം, ആ ഹൃദയമാണ് വിശാലതയുള്ള ഹൃദയം. അതില്ലേ ഒരാളുടെ കയ്യിൽ ദുനിയാവിലെ എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും അവൻ ദുനിയാവിലെ ജഹീമിലാണ്, ദുനിയാവിലെ ഞെരുക്കത്തിൽ ആണ് ഒരാൾ ഉണ്ടാവുക. ഇന്നൽ അബ്റാറ ലഫി നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത് ദുനിയാവിലും ബർസഖിലും പരലോകത്തും ഇങ്ങനെയാണ്. നന്മയുടെ ആളുകൾ ഫി നഈം, അള്ളാഹു നിശ്ചയിച്ച അനുഗ്രഹങ്ങളിലാണ്. വൈനൽ ഫുജ്ജാറ, മോശക്കാരായ ആളുകൾ അവർ ജഹീമിലാണ്, നരകത്തിലാണ്. ഈ ലോകത്തും ബർസഖിലും പരലോകത്തും. ഈ ലോകത്ത് അവൻ്റെ ഹൃദയം നീറിക്കൊണ്ടിരിക്കുകയാണ്, കയ്യിൽ എന്തെല്ലാം ഉണ്ടായിട്ട്. എന്തുകൊണ്ടാണ്? അള്ളാഹുവുമായി അവൻ്റെ ഹൃദയത്തിന് ബന്ധമില്ല, റബ്ബിനെ അവൻ ഓർക്കുന്നില്ല, അവൻ റബ്ബിന് മുന്നിൽ പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നില്ല, അള്ളാഹുൽ തവക്കുലാക്കുന്നില്ല. ഈ ഹൃദയം ചത്ത ഹൃദയമാണ്. അതുകൊണ്ട് അവൻ നീറിയ ജീവിതമായിരിക്കും കയ്യിൽ എന്തെല്ലാം ഉണ്ടായാൽ. എന്നാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഹൃദയത്തിൽ അവൻ്റെ സ്മരണ ഒരാളുടേത് ദിക്ർ നിറച്ചുവോ എങ്കിൽ അവൻ്റെ ഹൃദയം ഏറ്റവും സന്തോഷമുള്ള ഹൃദയമായിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ ഗിന അൻ കഥറത്തിൽ അറബ് വലാകിന്നൽ ഗിന ഗിന നഫ്സ്. യഥാർത്ഥ ഗിന, സമ്പന്നത എന്നാൽ കുറേ വസ്തുവകകൾ കയ്യിലുണ്ടാവുക എന്നതല്ല. വലാകിന്നൽ ഗിന ഗിന നഫ്സ്, മനസ്സിൻ്റെ ഗിന, മനസ്സിൻ്റെ ഐശ്വര്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യമെന്ന്, യഥാർത്ഥ ഐശ്വര്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ്. ഇപ്പോൾ നോക്കൂ, ഇതാണ് ഈ ആയത്ത്, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. വ ഇന്നഹാ ലകബീറത്തുൻ, അത് വളരെ വലുതാണ്, ഭാരിച്ചതായിരിക്കും. ഇല്ല അലൽ ഖാശിഈൻ, ഖുശൂഉള്ള ആളുകൾക്കൊഴികെ. നിസ്കാരം നോക്കൂ, ഒരാൾക്ക് വളരെ പ്രയാസകരമാണ് എങ്കിൽ മറ്റൊരാൾക്കത് സന്തോഷകരമായിരിക്കും. നിസ്കാരം നിർവഹിക്കാൻ അവന് എന്തെന്നില്ലാത്ത ഉന്മേഷമായിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരാൾ തൻ്റെ റബ്ബുമായുള്ള ബന്ധം, തൻ്റെ ഈമാൻ, ഇതൊക്കെ പരിശോധിക്കണോ, തൻ്റെ നന്മ ഒരാൾ പരിശോധിക്കണോ, ഒരാൾ തൻ്റെ നിസ്കാരത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി. എന്താണ് നീ നിസ്കാരത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നത്? എന്താണ് അതിലായിരിക്കും നിൻ്റെ നിലപാടെന്താണ്? അതിനോട് നിനക്കിഷ്ടമുണ്ടോ ഇല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നിസ്കാരം ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ കൺകുളിർമയായിത്തീരും, അവൻ്റെ ഖുശൂ അത് നേരെയാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, വജുഇലത് ഖുറത്തു ഐനി ഫിസ്സലാഹ്, എൻ്റെ കൺകുളിർമ എൻ്റെ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുമായുള്ള നിൻ്റെ ബന്ധമാണ് നിസ്കാരം. അതുകൊണ്ടാണ് സില എന്ന വാക്കിൽ നിന്നാണ് സലാത്ത് ഉണ്ടായതെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. സില എന്ന ബന്ധം, അതിൽ നിന്നാണ് സലാത്ത്. റബ്ബുമായുള്ള നിൻ്റെ ബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹ്, നിസ്കരിക്കുന്നവൻ തൻ്റെ റബ്ബുമായുള്ള മുനാജാത്തിലാണ്, സംഭാഷണത്തിലാണ്. ഫല്യൻദുർ അഹദുക്കും ബിമാ യുനാജിഹി ബിഹ്, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്താണ് തൻ്റെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കണം, ശ്രദ്ധിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, നിസ്കരിക്കുന്നവനിലേക്ക് അള്ളാഹു തിരിയുന്നു, അവൻ്റെ മുന്നിൽ റബ്ബ് വരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം.
അതുകൊണ്ട് അത് ഖുർറത്തു ഐനാണ്. അവൻ്റെ കലാമ് പാരായണം ചെയ്യുക, അവൻ്റെ മുന്നിൽ നോക്കൂ മുതുക് വളച്ച് സുബ്ഹാന റബ്ബിൽ അദീം എന്നൊരാൾ പറയുകയാണ്. ഒരു മുസ്ലിം ഒരിക്കലും ഒരു പടപ്പിൻ്റെ മുന്നിൽ ഇത് ചെയ്യുകയില്ല, ചെയ്യാൻ പാടുമില്ല. തല താഴ്ത്തിയോ അല്ലെങ്കിൽ സുജൂദ് പോലെ സാഷ്ടാംഗത്തിൽ വീണോ ഉള്ള ഒരു അഭിവാദ്യമോ ബഹുമാനമോ ഒരു തഹിയ്യത്തോ ഒരു അഭിവാദ്യം ഒരാൾക്കും പാടില്ല. ഹറാമാണത്, കടുത്ത ഹറാമാണ്. സുജൂദ് അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യുക, ഖബറിനോ വിഗ്രഹത്തിനോ മറ്റൊക്കെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്നത് ആ പ്രവൃത്തി കൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതല്ലാതെ തലകുനിച്ച് ആളുകളോട് എന്തെങ്കിലും അഭിവാദ്യം കാണിക്കുക, തലകുനിച്ചിട്ട് പാടില്ല. ഒരാളുടെ മുന്നിൽ തലകുനിക്കുക പാടില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരു മുസ്ലിം അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുന്നിൽ ഇങ്ങനെ ചെയ്യുകയില്ല. ഇങ്ങനെ നടുവളച്ച് എൻ്റെ റബ്ബ് അവൻ എത്ര പരിശുദ്ധനാണ് എന്ന് നീ ഒരു പടപ്പിനോട് പറയുന്ന ആലോചിച്ച് നോക്ക്. ഒരു സൃഷ്ടിയോട് അതെത്ര വലിയ താഴ്മയാണ്. ആ താഴ്മ അള്ളാഹുവിനോടല്ലാതെ പാടില്ല. അള്ളാഹുവിനോടത് പറയുക എന്നത് ചിന്തിച്ചു. അതുപോലെ അതിനപ്പുറം സുജൂദ്, നിൻ്റെ ശരീരത്തിലെ ഏറ്റവും മാന്യമായ അവയവങ്ങൾ, മുഖവും അതുപോലെ ഇരു കൈപ്പടങ്ങളും ഇരു കാലുകളും കാൽമുട്ടുകളും നിലത്തു വെച്ച് സുബ്ഹാന റബ്ബിയൽ അഅല നീ ഒരു പടപ്പിനോട് ഇത് പറയുകയില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ ഇത് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി ഹുവ സാജിദ് ഫഅക്ഥിറു ഫീഹി മിന ദുആ. ഒരാൾ റബ്ബിനോട് ഏറ്റവും അടുത്തായിരിക്കുക സുജൂദിലായിരിക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കുക. അപ്പോൾ നോക്ക്, ഇതാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ ഭാഗവും അതിലെ ഓരോ വാക്കും നിൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. അത് മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക. അത് എളുപ്പമാകണം. ഖുശൂ ഉണ്ടെങ്കിലാണ് അത് എളുപ്പമാവുക. ഹൃദയത്തിൽ യഥാർത്ഥ ഭയഭക്തി ഉണ്ട് എങ്കിൽ. ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. ഒരാൾ എല്ലാ സമയത്തും ഏത് സമയത്തും ഒരുപാട് നിസ്കരിക്കാൻ താല്പര്യം ഉന്മേഷമുള്ള ആളായിരിക്കും എന്ന് വിചാരിക്കരുത്. അങ്ങനെ ആവുകയില്ല. മനസ്സിലായില്ലേ? എല്ലാ സമയത്തും എത്ര വേണമെങ്കിലും നിസ്കരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാവുകയില്ല. പക്ഷേ എന്തു വേണം, ഒരാൾ അങ്ങനെ ഉന്മേഷമുള്ള സമയം ഒരിക്കലുമില്ല. എപ്പോഴും ഒരാൾക്ക് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ മടിയുള്ള കാര്യമാണെങ്കിലോ ഗുരുതരമായ പ്രശ്നമാണ്. വളരെ ഗുരുതരമായ പ്രശ്നം അവൻ്റെ ഹൃദയത്തിന്, അവൻ്റെ ഈമാനിനുണ്ട്. ശരിയാണ്, എല്ലാ സമയത്തും ഒരുപാട് സമയം നിസ്കരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇബാദത്ത് ചെയ്യാനോ സാധിക്കുക എന്നത് ഉണ്ടാവുകയില്ല. സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞത് കാണാം. നീ എന്താണ് ചെയ്യേണ്ടത്? നീ ഉന്മേഷമുള്ള സമയം മുതലെടുക്കുക. നല്ല ഇബാദത്ത് ഒരുപാട് ചെയ്യാൻ താല്പര്യമുണ്ടോ, ഒരു പ്രത്യേക ഇബാദത്ത്, അപ്പോൾ അത് നന്നായി ചെയ്യുക. ശരി, ഇനി ഉന്മേഷം കുറഞ്ഞ സമയമുണ്ടോ എങ്കിൽ നീ എന്ത് ചെയ്യുക? അല്പമെങ്കിലും ചെയ്യുക, കുറച്ചെങ്കിലും. ഇതാണ് വേണ്ടത്. അതുപോലെ സാലിഹായ അമലുകൾ, ഓരോരുത്തർക്ക് ചിലപ്പോൾ ചില അമലുകളോട് കൂടുതൽ താല്പര്യമുണ്ടാകും. അതിൽ കുഴപ്പമില്ല. നിർബന്ധമായ കാര്യങ്ങൾ നിറവേറ്റിയാൽ ചില അമലുകളോട് ഒരാൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാകുന്നതിൽ പ്രശ്നമില്ല. മുൻഗാമികളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഉദാരതക്ക്, കറമിന് അറിയപ്പെട്ട ആളുകളുണ്ട്. ദീർഘമായ നിസ്കാരത്തിന് അറിയപ്പെട്ട ആളുകളുണ്ട്. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്നതിന് അറിയപ്പെട്ട ആളുകളുണ്ട്. അതുപോലെ ഇസ്ലാമിൻ്റെ ജിഹാദിന് അറിയപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാരുണ്ട്. ഇങ്ങനെ പല നന്മകൾക്ക് അറിയപ്പെട്ട ആളുകളുണ്ട്. അതിൽ കുഴപ്പമില്ല. പക്ഷേ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ നീ കൃത്യമായി നിർവഹിച്ചിരിക്കണം. നിനക്കൊരു നന്മയോട് കൂടുതൽ താല്പര്യമുണ്ട്, അത് നീ കൂടുതൽ ചെയ്താൽ അതിൽ കുഴപ്പമില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. മൻ ബൂരിക ലഹു ഫി ഷൈഇൻ ഫൽയൽസംഹു. മൻ ബൂരിക ലഹു ഫി ഷൈഇൻ, ആർക്കെങ്കിലും ഒരു കാര്യത്തിൽ ബറക്കത്ത് നൽകപ്പെട്ടാൽ ഫൽയൽസംഹു, അവൻ അതിൽ മുറുകെ പിടിക്കുക. ഒരു കാര്യത്തിൽ ഒരാൾക്ക് ബറക്കത്തുണ്ട് എങ്കിൽ അയാൾ അത് മുറുകെ പിടിച്ചുകൊള്ളുക. ഒരാൾക്ക് ദീൻ പഠിക്കാൻ നല്ല താല്പര്യമുണ്ട്, അയാൾ അതിൽ മുന്നേറുകയാണ്, അയാളത് മുറുകെ പിടിക്കുക. ഒരാൾക്ക് മറ്റേതെങ്കിലും ഇബാദത്തിൽ വലിയ താല്പര്യമാണ്, അതിൽ അയാൾക്ക് കുറേ ചെയ്യാൻ സാധിക്കും, നീ അത് മുറുകെ പിടിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നന്മയായി പഠിപ്പിച്ച കാര്യമാണോ പ്രശ്നമാക്കേണ്ടതില്ല. ഇപ്പം നോക്കൂ, നിസ്കാരം അത് വലിയ നന്മകളിൽപ്പെട്ടതാണ്. അതിൽ ഖുശൂ ഉണ്ടാവുക എന്നതാണ് അത് എളുപ്പമാകാനുള്ള വഴി. അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലാ അൽ ഖാശഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുശൂ ഇല്ലാത്ത ഖൽബിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ടുണ്ട്. ഖുശൂ തരണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് തേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ.
അള്ളാഹു നീ എനിക്ക് തഖ്വ നൽകണമേ എൻ്റെ നഫ്സിന്, നീ അത് ശുദ്ധീകരിക്കണമേ എൻ്റെ നഫ്സിനെ, നീയാണത് ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്നവൻ, നീയാണതിൻ്റെ രക്ഷാധികാരി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ. അള്ളാഹുവെ, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടും. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, ഖുശൂ ഇല്ലാത്ത ഹൃദയത്തിൽ നിന്ന്. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, കൊതി തീരാത്ത മനസ്സിൽ നിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടിയിട്ടുണ്ട്. അപ്പം നോക്കൂ, ഖുശൂ അതില്ലാത്ത ഹൃദയം, അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുക. നോക്കൂ, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. അല്ലദീന അഥവാ അവരെങ്ങനെ ഉള്ളവരാണ്? ഇതിനു മുമ്പുള്ള ആയത്തിൽ അതിൻ്റെ അവസാന ഖാശഈൻ എന്നായതുകൊണ്ട് അല്ലദീന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താകും? ഖുശൂ ഉള്ളവരെന്നാൽ അവരാരാണ്? അല്ലദീന അവരൊരു കൂട്ടരാണ്. യദുന്നൂന അവർ ഉറച്ചു വിശ്വസിക്കുന്നു, ഉറപ്പിക്കുന്നു. അന്നഹും മുലാഖു റബ്ബിഹിം അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ്. വഅന്നഹും ഇലൈഹി റാജിഊൻ അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഇവിടെ നോക്കൂ, അല്ലദീന യദുന്നൂന എന്നാണ് വന്നിട്ടുള്ളത്. വന്ന എന്ന് പറഞ്ഞാൽ പൊതുവെ പല ആളുകളും കേട്ടിട്ടുണ്ടാവുക, ലന്ന എന്ന് പറഞ്ഞാൽ ഊഹിച്ചു, വിചാരിച്ചു. വൻ ശരിയാണ്, അതിന് അങ്ങനെ അർത്ഥമുണ്ട്. പക്ഷേ അറബികൾ ഉറപ്പ് ഉള്ള കാര്യം എന്നതിനും വന്ന് എന്ന് പറയാറുണ്ട്. ധാരാളമായി അറബികൾ അത് പ്രയോഗിക്കാറുണ്ട്. അഥവാ ഖുർആൻ ഏത് അറബികളിലാണോ ഇറങ്ങിയത് ആ അറബികളുടെ ഭാഷ വന്നിൽ അവർ വന്ന് എന്ന് പറയുമ്പോൾ എന്തുകൂടി അർത്ഥമാക്കാറുണ്ട്? ഉറപ്പിക്കുക എന്ന അർത്ഥത്തിൽ അവർ പ്രയോഗിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ അറബികൾ ആരോ അവരുടെ സംസാര ഭാഷ ഏതോ അതിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അവർക്ക് ഭാഷയിൽ എന്തൊക്കെ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു അതിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. അവരുടെ പ്രയോഗത്തിലുള്ളതാണ് വന്ന എന്ന് പറഞ്ഞാൽ ഊഹിച്ചു എന്ന് മാത്രമല്ല, പിന്നെയോ ഉറപ്പിച്ചു. ഊഹിച്ചു എന്ന് പറയുന്ന പോലെ ഉറപ്പിച്ചു എന്നവർ അർത്ഥമാക്കാറുണ്ട്. ഇമാം ഇബ്ൻ ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അതിന് ധാരാളം ഉദാഹരണങ്ങൾ, ആ കാലത്തെ അറബികളുടെ കവിതകൾ, അതിലാണല്ലോ അവരുടെ ഭാഷ മനസ്സിലാവുക. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിന് പറഞ്ഞത് കാണാം. ആ ഉദാഹരണങ്ങൾ വിവരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ബിൻ ജരീർ അത്തബരി, വശവാഹിദു മിൻ അശ്ആരിൽ അറബി വകലാമിഹാ അലാ അന്ന الظن في معنى اليقين أكثر من أن تحصر. അറബികളുടെ കവിതകളിലും അവരുടെ സംസാരത്തിലും ظن في معنى اليقين, യഖീൻ എന്ന അർത്ഥത്തിൽ അക്സറു മിൻ അൻ തുഹ്സർ, എണ്ണാൻ പറ്റാത്ത അത്രയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്ഥിരം പ്രയോഗങ്ങളിൽ ഒന്നാണ് എന്ത്? വന്ന എന്നതിന് എന്തർത്ഥം? ഉറപ്പിക്കുക എന്നർത്ഥം. ആ അർത്ഥമാണ് ഇവിടെ, മനസ്സിലായില്ല? ആ അർത്ഥമാണ് ഇവിടെ. ചില ആളുകൾ ഇതുപോലുള്ള പ്രയോഗങ്ങൾ എടുത്തിട്ട് പറയും, കണ്ടോ വന്ന എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഊഹം. എന്നാൽ ഇവിടെ അങ്ങനെ അർത്ഥം വെച്ചാൽ എന്താവും? അതാണ് പറയുന്നത്, ഖുർആനിന് നിങ്ങൾക്കാർക്കറിയാത്ത വേറൊരു അർത്ഥം ഉണ്ട്. അങ്ങനെ യാതൊരു അർത്ഥമില്ല, മനസ്സിലായില്ലേ? ആളുകൾക്കറിയാത്ത ഭാഷയിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. അള്ളാഹു അവതരിപ്പിച്ചത് ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ്. ആരുടെ ഭാഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുമ്പോൾ അവിടെ ഉള്ള അറബികൾ ആരോ അവരുടെ ഭാഷയിൽ, അതിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഇതുപോലുള്ള വാക്കുകൾ സൂഫികളും അതുപോലെ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, അവൻ്റെ വിശേഷണങ്ങളെ അട്ടിമറിക്കുന്ന, അതിന് ദുനിയാവിലെവിടെ ഇല്ലാത്ത അർത്ഥം പറയുന്ന ആളുകളുടെയും സ്ഥിരം പ്രയോഗമാണ്. എന്ത്? ഇങ്ങനെ എന്തെങ്കിലും അറബിയിലെ വിരുദ്ധ അർത്ഥമുള്ള വാക്കുകൾ പറയും. എന്നിട്ട് പറയും, കണ്ടോ അങ്ങനെ അർത്ഥം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഖുർആനിന് വേറൊരു അർത്ഥമുണ്ട്, അതാർക്കും അറിയില്ല. ശരിയാണ് കൂട്ടരെ, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആധുനിക കാലത്ത് ഇറങ്ങി ഒരു ഡിക്ഷണറി എടുത്ത് പരിധി നോക്കി ഖുർആൻ അർത്ഥം പറയാൻ തെറ്റും, ശരിയാണ്. പക്ഷേ സലഫുകൾ, സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരുടെ ഭാഷ ഏതാണോ ആ ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയത്. അതിനുമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിപ്പോൾ ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം അതാണ് ഖുർആനിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സൂഫികളുടെ ഏതെങ്കിലും തരീഖത്തിൽ ചേർന്നാൽ ആൾ പറഞ്ഞുതരും ഇതിൻ്റെ അർത്ഥം എന്താണ്. ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇന്ന് പലരും പറയുന്ന വാദങ്ങളാണിത്, ഒരിക്കലും ശരിയല്ല. ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചത് അന്ന് ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ജീവിച്ച അറബികളുടെ ഭാഷയിലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയിലാണ്. അള്ളാഹു അതാണ് ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞത്, ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ.
നിങ്ങൾക്ക് നാം അറബി ഭാഷയിൽ ഖുർആൻ അവതരിപ്പിച്ചു. എന്തിന്? ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾക്ക് മനസ്സിലാകാൻ, നിങ്ങളുടെ ഭാഷയിൽ. ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലല്ല അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അറബികളുടെ സംസാര ഭാഷയിലാണ്. അവരുടെ ഭാഷാ പ്രയോഗങ്ങളിൽ നിന്ന്, മുൻഗാമികളുടെ തഫ്സീറിൽ നിന്ന് നമുക്ക് ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കാം, എളുപ്പത്തിൽ മനസ്സിലാക്കാം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ, അള്ളാഹു പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഖുർആൻ നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരുണ്ട് പഠിക്കാൻ? അതുകൊണ്ട് ആർക്കും തിരിയാത്ത ഭാഷയിലല്ല അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വന്ന് എന്നതിന് ഊഹമല്ലേ, ആളുകളത് ഊഹം എന്നേ അർത്ഥം കേട്ടിട്ടുള്ളൂ എന്നതുകൊണ്ട് ആർക്കറിയാത്ത ഭാഷയിൽ അള്ളാഹു ഖുർആൻ ഇറക്കി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവരുടെ ഭാഷയിൽ അതുണ്ടോ ഇല്ല എന്നതാണ് വിഷയം. അവരുടെ ഭാഷയിൽ അത്രയും വ്യാപകമായ പ്രയോഗമാണോ അത് എങ്കിൽ ഈ പറഞ്ഞത് തെറ്റാണ്. ആർക്കും തിരിയാത്ത ഭാഷയിലാണ് ഖുർആൻ ഇറക്കിയത് എന്നത് തെറ്റാണ്. മറിച്ച് അവരുടെ ഭാഷ, അവരുടെ പ്രയോഗത്തിലുള്ളതാണ്. ഇത് ഞാൻ എന്തിനാണ് പറയുന്നത്? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അവൻ്റെ വജ്ഹ്, അവൻ്റെ മുഖം, അവൻ്റെ യദ്, അവൻ്റെ കൈകൾ എന്ന് തുടങ്ങി ഖുർആനിൽ വന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ തള്ളിക്കളയാൻ ശരിയാക്കളും അതുപോലുള്ള പിഴച്ച കക്ഷികളും പറയാറുള്ളതാണിത്. ഖുർആനിന് അങ്ങനെ നേർക്കുനേരെ അർത്ഥം വെച്ചാൽ, ഇങ്ങനെ അർത്ഥം വെച്ചാൽ എപ്പോൾ എന്താവും, ഇങ്ങനെ വെച്ചാൽ അപ്പോൾ എന്താവും എന്ന് ചോദിക്കാറുണ്ട്. അത് ഇതിനു വേണ്ടി ചോദിക്കുന്നതാണ്. അവർക്കതിന് തോന്നിയ അർത്ഥം പറയണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള വാദഗതികൾ കൊണ്ടുവരുന്നത്. നമുക്ക് പറയാനുള്ളത്, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അറബികൾ അതിനെന്താ അർത്ഥം പറഞ്ഞു, അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. ഖുർആനിലെ ഒരു ആയത്തിന്, ഒരു പ്രയോഗത്തിന് ശറഇൽ ഒരു അർത്ഥമുണ്ടാകും. മനസ്സിലായില്ലേ? ശറഇൽ ഒരർത്ഥം, അഥവാ മതപരമായി ഒരു വാക്കിന് പറയാറുള്ള അർത്ഥം ഉണ്ടാവും. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക കാര്യം. രണ്ടാമത്തെ ലുഗത്തിൽ, ഭാഷയിൽ, ആളുകൾക്ക് അന്ന് ഖുർആൻ ഇറങ്ങിയ കാലത്തെ ആളുകളുടെ ഭാഷയിൽ അതിനൊരർത്ഥം ഉണ്ടാവും. മൂന്നാമത്തേത് ഉർഫിൽ, അഥവാ ജനങ്ങളുടെ പൊതുനടപ്പിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം ഉണ്ടാവും. ഈ മൂന്ന് രൂപത്തിലാണ് ഖുർആൻ മനസ്സിലാക്കേണ്ടത്, ഹദീസ് മനസ്സിലാക്കേണ്ടത്, ദീനിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് ഷറഇൻ്റെ ഭാഷ. എന്താണ് ഷറഇൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ സലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അർത്ഥം നിസ്കാരമാണ്. ഭാഷയിലെടുത്താൽ സലാത്തിൻ്റെ അർത്ഥം എന്താണ്? ദുആ, പ്രാർത്ഥിക്കാനാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ അഖീമുസ്സലാഹ് എന്ന് അള്ളാഹു പറഞ്ഞാൽ നിസ്കാരം നിങ്ങൾ നിലനിർത്തുക എന്നാണ് അർത്ഥം എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണത്? കാരണം സലാത്തിന് ശറഇലെ അർത്ഥം നിസ്കാരം എന്നാണ്. പ്രത്യേകം തെളിവ് വന്നിട്ടുണ്ട് എങ്കിലേ നമുക്ക് അത് നിസ്കാരമല്ല അവിടെ അർത്ഥം, ദുആ ആണ് അർത്ഥം എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രത്യേകം തെളിവ് വേണം. ഏതുപോലെ ഖുർആനിൽ സൂറത്ത് തൗബയിൽ അള്ളാഹു പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. അവരിൽ നിന്ന് ഓ നബിയെ താങ്കൾ സക്കാത്ത് സ്വീകരിക്കുക, അവരെ ശുദ്ധീകരിക്കുന്ന അവരുടെ സക്കാത്ത് സ്വീകരിക്കുക. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. ഓ നബിയെ സല്ലി അലൈഹിം. എന്താ അവിടെ അർത്ഥം? എന്തായിരിക്കും അവിടെ അർത്ഥം? അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇന്ന സലാതക സകനുൽ ലഹും, താങ്കളുടെ ദുആ നബിയെ അവർക്കൊരു സമാധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഇബ്നു അബി ഔഫ സക്കാത്തുമായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ ഇബ്നു അബി ഔഫ. ഖുർആനിൽ ഈ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയതാണ്. അവിടെ സലാത്തിൻ്റെ അർത്ഥം എന്തായത്തിൽ? ദുആ, നിസ്കാരം എന്നല്ല. എന്തുകൊണ്ടാണത്? അത് സന്ദർഭത്തിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന് മനസ്സിലാക്കാം. അല്ല എങ്കിൽ സലാത്ത് എന്ന് വന്നോ എന്താ അർത്ഥം? നിസ്കാരം. സക്കാത്ത് ഭാഷയിൽ അതിനർത്ഥം എന്താണ്? ശുദ്ധീകരണം, വളർച്ച എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ആത്തു സക്കാത്ത് കൊടുക്കുക എന്ന് ഖുർആനിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിലെ റുക്കിനുകളിലെ മൂന്നാമത്തെ സക്കാത്താണ്. സമ്പത്തിൻ്റെ, സ്വർണത്തിൻ്റെ, കാലികളുടെ ഒക്കെ സക്കാത്താണ് അവിടെ ഉദ്ദേശം. സൗം, എന്താ സൗമിൻ്റെ ഭാഷയിൽ അർത്ഥം? പിടിച്ചു വെക്കാന്നാണ്, പിടിച്ചു വെക്കുക. പക്ഷേ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, ജനങ്ങളെ, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് സിയാം നിർബന്ധമാക്കിയിരിക്കുന്നു, മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം നോമ്പാണ്. പിടിച്ചു വെക്കുക എന്നതല്ല. പിടിച്ചു വെക്കൽ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു വരില്ലല്ലോ. അത് സലഫുകളിൽ നിന്ന് മുസ്ലിമീങ്ങൾ കൈമാറി വന്ന വിജ്ഞാനത്തിൽ നമുക്ക് വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ സാമ ഫഅകല ഔ ശരിബ
നാസിയൻ, ഒരാൾ മൻ സാമ ഫനസിയ ഫഅക്കല ഔ ശരിബ് ഫലിയുത്തിമ്മ സൗമ, ഒരാൾ നോമ്പെടുത്തു പക്ഷെ മറന്ന് അയാൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്താൽ ഫലിയുത്തിമ്മ സൗമ, അവനവൻ്റെ സൗമ പൂർത്തിയാക്കട്ടെ. ഫൈന്നമാ അത്അമഹു അല്ലാഹു വസഖാഹ്, അള്ളാഹുവാണ് അവനെ ഭക്ഷണം കഴിപ്പിച്ച് വെള്ളം കുടിപ്പിച്ചത്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സൗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നോമ്പ്. ഭാഷയിൽ എന്താ അർത്ഥം? പിടിച്ചു വെക്കുക. ഹജ്ജ്, ഹജ്ജിൻ്റെ അർത്ഥം ഖസ്ദ് എന്നാണ്, ഉദ്ദേശിക്കുക, ഒരു സ്ഥലം ലക്ഷ്യം വെക്കുക എന്നാണ്. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ മുഅ്മിനീങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞിരിക്കുന്നു. ലിമൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇന്ന അള്ളാഹു മക്കയെക്കുറിച്ച് പറഞ്ഞ ആയത്ത് എന്താണ്? ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം ഫമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അള്ളാഹുവിനോട് പടപ്പുകൾക്കുള്ള ബാധ്യതയാണ് ഹജ്ജ് ചെയ്യുക. എന്താണ് അവിടെ അർത്ഥം? നമുക്കറിയുന്ന ദുൽഹിജ്ജ 8 യൗമു തർവിയിൽ ആരംഭിച്ച് ദുൽഹിജ്ജ 12 അല്ലെങ്കിൽ 13 അവസാനിക്കുന്ന ഇബാദത്തുകൾ, അറഫയിൽ നിൽക്കലും മുസ്ദലിഫയിൽ രാത്രി താമസിക്കലും മിനയിൽ താമസിക്കലും ജംറയിൽ കല്ലറിയിലും ഒക്കെ അടങ്ങുന്ന ആ കർമ്മം, അതാണ് ഹജ്ജ്. ഇതാണ് ഷറഇൻ്റെ ഭാഷ. ഷറഇൻ്റെ ഭാഷയിൽ ഒരു കാര്യത്തിന് അർത്ഥമുണ്ടോ അതിന് ഷറഇൻ്റെ ഭാഷയിലാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ശരി. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ലുഗ, ഭാഷ എന്താണോ അറബികളുടെ പ്രയോഗം, അതിലൂടെയാണ് നമ്മൾ ഖുർആൻ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളെ നിസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ യൗമുൽ ജുമഅയിൽ നിസ്കാരത്തിന് വേണ്ടി ചൊല്ലുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപൃതരായിക്കൊള്ളുക, അവൻ്റെ റിസ്ക് അന്വേഷിച്ച് നടന്നുകൊള്ളുക. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് പറയുന്നത് നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു കൊള്ളുക. എന്താണ് അർദിൻ്റെ അർത്ഥം? ഫസീറു ഫിൽ അർദ്, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ. അർദിൻ്റെ അർത്ഥം എന്താണ്? അർദിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അറബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച അറബികൾ അർദിന് എന്താണോ അർത്ഥമാക്കിയത് അതാണ് അർദ്, ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം. സമാ എന്ന് പറഞ്ഞാൽ ആകാശം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെയല്ല മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ അറബികൾ എന്താണോ മനസ്സിലാക്കി അതാണ് ലുഗത്തിൽ അതിൻ്റെ അർത്ഥം എന്താണോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത് എന്താണ്? ഇതിൽ രണ്ടിലുമില്ല. മനസ്സിലായില്ലേ? ഇതിൽ രണ്ടിലുമില്ല. ഷറയിൽ അതിന് പ്രത്യേക ഒരു നിർവചനമില്ല, ലുഗത്തിലുമില്ല. പിന്നെയുള്ളത് ഉർഫിലാണ്. ഉർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ പൊതുവായ നടപടിക്രമം, മഅറൂഫ് എന്നും അതിന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? അതിഥി ആദരിക്കുക. ഇക്റാമുദ്ദൈഫ്. എന്താണ് ഇക്റാമുദ്ദൈഫ്? ഇന്നത് ചെയ്തിട്ടാണ് അതിഥിയെ ആദരിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഖുർആനും സുന്നത്തിനും കാണാൻ കഴിയില്ല. അത് ഭാഷയിൽ നോക്കിയാൽ കിട്ടുകയില്ല. പിന്നെ ഇക്റാമുദ്ദൈഫ് എന്താണ്? ഓരോ നാട്ടിലും ഒരതിഥി വന്നാൽ അയാളെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? ഹറാമായ എന്തെങ്കിലും കാര്യമില്ല എങ്കിൽ, ഹറാമായത് അതിൽ വരാൻ പാടില്ല എങ്കിൽ അതാണ് അതിഥി ആദരിക്കൽ. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു അതിഥി കയറി വന്നാൽ ചിലപ്പോൾ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കൊടുക്കുക, ചിലപ്പോൾ അയാൾ അങ്ങേറ്റം ആദരിക്കലായിരിക്കും. വേറെ നാട്ടിൽ അത് കൊടുത്താൽ അയാളെ അപമാനിക്കലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യരുത്? അത് കൊടുക്കുക. ബഹുമാനിക്കുന്ന നാട്ടിലാണോ അത് കൊടുക്കാം, അപമാനിക്കുന്ന ഒരു നാട്ടിൽ അത് ചെയ്യരുത്. മഅറൂഫ് എന്ന് പറയും. അതിന് ദീനിനെതിരാകാത്തിടത്തോളം ഇപ്പോൾ ഒരു ഭാര്യക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കുക എന്തനുസരിച്ചാണ്? മഅറൂഫ് അനുസരിച്ചാണ്. ഇത്ര കൊടുക്കണം എന്ന് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? ഇല്ല. ഭാഷയിലുണ്ടോ? ഇല്ല. പിന്നെ ഒരു നാട്ടിൽ അയാളെപ്പോലെയുള്ള ഭർത്താവ് അവളെപ്പോലെയുള്ള ഭാര്യക്ക് എത്രയാണോ സാധാരണ കൊടുക്കാറുള്ളത് നാട്ടടപ്പനുസരിച്ച് അതാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദീനിലെ ഉർഫ് അനുസരിച്ച് തീരുമാനിക്കപ്പെടും. അപ്പോൾ നോക്കൂ, ഷറഇൻ്റെ ഭാഷ, ലുഗത്തിൻ്റെ ഭാഷ, ഉർഫിൻ്റെ ഭാഷ. ഇതല്ലാതെ മനുഷ്യർക്ക് തിരിയാത്ത
ഏതെങ്കിലും സൂഫികളുടെ തരീഖത്തിൽ പോയാൽ മാത്രം കിട്ടുന്നൊരർത്ഥം ഖുർആനിലോ സുന്നത്തിലോ ഒരു കാര്യത്തിനും ഇല്ല. ദീൻ വളരെ വ്യക്തമാണ്. ദീൻ വളരെ വളരെ വ്യക്തമാണ്. അപ്പം മനസ്സിലാക്കുക, അള്ളാഹു പറയുന്നു അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം. ഇവിടെ എന്താണ് അർത്ഥം? അല്ലദീന യദുന്നൂന എന്ന് പറഞ്ഞാൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അന്നഹും മുലാഖു റബ്ബിഹിം, അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന്. വ അന്നഹും ഇലൈഹി റാജിഊൻ, അവർ അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്നും. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വന്നിന് യഖീനിൻ്റെ അർത്ഥമുണ്ട് എന്നത് ഖുർആനിൽ തന്നെ കാണാം. അപ്പോൾ അല്ലാഹു പറഞ്ഞു വറഅൽ മുജ്രിമൂന അന്നാർ ഫظنൂ അന്നഹും, സൂറത്തുൽ കഹ്ഫിൽ ആയത് വറഅൽ മുജ്രിമൂന അന്നാർ ഫظنൂ അന്നഹും വാഖിഊഹ, കുറ്റവാളികൾ നരകം കാണും. ഫظنൂ അന്നഹും വാഖിഊഹ, അവരതിൽ പതിച്ചത് തന്നെ എന്നവർ ഉറപ്പിക്കും. ഊഹിക്കുന്നല്ല, അവർക്ക് ഉറപ്പാവും ഇതിൽ പതിക്കുമെന്നത്. നഊദു ബില്ലാഹ്. അപ്പോൾ അതാണ് അവിടെ വന്നിൻ്റെ അർത്ഥം. അപ്പോൾ അത് അറബികളുടെ ഭാഷയിലുണ്ട്, അതുപോലെ ഖുർആനിൽ തന്നെ ഉണ്ട് എന്നാണ്. നോക്കൂ, അള്ളാഹുവിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുക, അവനിലേക്ക് തിരിച്ചു പോവുക എന്നത് ഉറപ്പിച്ച ആളുകൾക്ക് ഖുശൂ ഉണ്ടാകും. അവർക്ക് നിസ്കാരം എളുപ്പമാകും, ക്ഷമിക്കുക എന്നതും എളുപ്പമാകും. എന്നല്ല, ഏത് സൽക്കർമ്മവും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. റബ്ബിനെ നീ കണ്ടുമുട്ടേണ്ടതാണ് എന്ന് ഓർത്താൽ എളുപ്പമാകും. അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ, അവരുറപ്പിക്കുന്നു അന്നഹും മുലാഖു റബ്ബിഹിം, അവരവരുടെ റബ്ബിനെ കണ്ടുമുട്ടും എന്നത് ഉറപ്പാണ് അവർക്ക്, ഒരു സംശയവുമില്ല. അതിലൊരാൾ സംശയിച്ചാൽ അവൻ കാഫിറാണ്, ഇസ്ലാം പുറത്തു പോകും. റബ്ബിനെ കണ്ടുമുട്ടുമോ ഇല്ലേ, അള്ളാഹുലേക്ക് തിരിച്ചു പോകേണ്ടി വരുമോ ഇല്ലേ എന്നൊരാൾക്ക് സംശയമുണ്ട് എങ്കിൽ അവൻ മുസ്ലിമല്ല. ഒരു മുസ്ലിം ഉറപ്പാണ്, കണ്ണിൽ കണ്ടതുപോലെ അവൻ ഉറപ്പാണ് അള്ളാഹുലേക്ക് തിരിച്ചു പോകണം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കണം. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബായ അള്ളാഹുവിന് മുന്നിൽ നിൽക്കേണ്ടി വരുന്ന നാൾ. ഇത് മുഅ്മിനീങ്ങൾ ഉറപ്പിച്ച കാര്യമാണ്. ഒരിക്കൽ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബന യൗമൽ ഖിയാമ, അള്ളാഹുവിൻ്റെ റസൂലെ, അന്ത്യനാളിൽ നമ്മൾ നമ്മുടെ റബ്ബിനെ കാണുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, ഹൽ തുദാറൂന ഫി റുഅയത്തി ശംസി ഫി യൗമിൻ സായിഫിൻ വസ്സമാഉ മുസ്ഹിയത്തുൻ ഗൈറു മുതഗയ്യിമത്തിൻ ലൈസ ഫീഹാ സഹാബ. മഴയൊന്നുമില്ലാത്ത ഒരു ദിവസം, ആകാശം തെളിഞ്ഞ ഒരു ദിവസമാണ്, മേഘങ്ങളുമില്ല, ആകാശം മൂടിയിട്ടില്ല. അന്ന് സൂര്യനെ കാണുമോ ഇല്ലേ? നിങ്ങൾക്കത് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഖാലൂ ലാ, അവർ പറഞ്ഞില്ല. ഖാല ഫഹൽ തുദാറൂന ഫി റുഅയത്തിൽ ഖമരി ലൈലത്തൽ ബദ്രി വസ്സമാഉ മുസ്ഹിയത്തുൻ ഗൈറു മുതഗയ്യിമത്തിൻ ലൈസ ഫീഹാ സഹാബ. ലൈലത്തുൽ ബദ്രിൽ അഥവാ 14-ാം രാവിൽ, പൂർണ്ണചന്ദ്രനുള്ള രാവിൽ തെളിഞ്ഞ ആകാശത്ത്, മേഘങ്ങളൊന്നുമില്ലാത്ത ആകാശത്ത് ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ? ഖാലൂ ലാ, സഹാബത്ത് പറഞ്ഞു ഇല്ല. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം. കദാലിക ലാ തുദാറൂന ഫി റുഅയത്തി റബ്ബിക്കും യൗമൽ ഖിയാമ, അതുപോലെ നിങ്ങളുടെ റബ്ബിനെ അന്ത്യനാളിൽ കാണാൻ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല. ഏതിനാണ് ഇതിനെ ഇവിടെ സാദൃശ്യപ്പെടുത്തിയത്? കാഴ്ചയോടാണ്. കാണുന്ന സൂര്യനെ റബ്ബിനോടല്ല, ചന്ദ്രനെ റബ്ബിനോട്, മറിച്ച് ആ കാഴ്ച എങ്ങനെയാണ്? ഒന്ന്, കാഴ്ച തെളിഞ്ഞു കാണും. രണ്ട്, മുകളിലേക്ക് നോക്കിയിട്ടാണ് കാണുക. അള്ളാഹുവിനെ അങ്ങനെയാണ് കാണുക, മുകളിലേക്കാണ് ആളുകൾ നോക്കുക, അതുപോലെ തെളിഞ്ഞ് കാണും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കമാ ലാ തുദാറൂന ഫി റുഅയത്തി വാഹിദിൻ മിൻഹുമ, സൂര്യനെയും ചന്ദ്രനെയും കാണാൻ നിങ്ങൾക്കൊരു പ്രയാസവും ഇങ്ങനെയുള്ള ദിവസം ഉണ്ടാവുകയില്ല എന്നതുപോലെ. യൽഖൽ അബ്ദു റബ്ബഹു യൗമൽ ഖിയാമ, ഒരടിമ തൻ്റെ റബ്ബിനെ അന്ത്യനാളിൽ കാണും. ഫയഖൂലുല്ലാഹു ജല്ല വഅല, അള്ളാഹു അവനോട് ചോദിക്കും, ഐ ഫുൽ അലം അഖ്ലുക അലം അജ്അൽക സമീഅൻ ബസീറ. മനുഷ്യനോട് അള്ളാഹു ചോദിക്കും, ഐ ഫുൽ, അതായത് ഐ ഫുലാൻ എന്നാണ് അതിൻ്റെ മുഴുവൻ എന്നാണ്. അഥവാ മനുഷ്യ, അലം അഖ്ലുക, ഞാൻ നിന്നെ പടച്ചില്ലേ, അലം അജ്അൽക സമീഅൻ ബസീറ, ഞാൻ നിനക്ക് കണ്ണും കാതും നൽകിയില്ലേ, കാണാനും കേൾക്കാനും നിനക്ക് ഞാൻ അവസരം തന്നില്ലേ. അലം ഉസൗവിജ്ക, ഞാൻ നിനക്ക് ഇണയെ തന്നില്ലേ. അലം ഉക്രിംക,
ഞാൻ നിന്നെ ആദരിച്ചില്ലേ എന്നൊരു മനുഷ്യൻ അള്ളാഹു പൊതുവിൽ മറ്റുള്ള പടപ്പുകൾക്ക് മേൽ ആദരവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ നേരെ നിൽക്കുന്നത്, 4 കാലിൽ നടക്കുന്നില്ല, കൈ കൊണ്ടെടുത്ത് തിന്നുന്നത്, ജന്തുക്കളെ പോലെ വായ കൊണ്ട് നേരെ കടിച്ച് തിന്നുന്നില്ല, കൈ കൊണ്ടെടുത്ത് വായിലേക്ക്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഇക്റാമിൻ്റെ ഭാഗമാണ്. അലം ഉസഖിർ ലക്കൽ ഖൈല വൽ ഇബിൽ, ഒട്ടകത്തെയും കുതിരയും ഒക്കെ ഞാൻ നിനക്ക് സൗകര്യപ്പെടുത്തി തന്നില്ലേ, വാഹനം തന്നില്ലേ. അലം ഉസൗവിദ്ക വ അദർക തർഅസ് വ തർബഅ, നിന്നെ ഞാൻ ദുനിയാവിലെ നേതാവാക്കിയില്ലേ, നിനക്ക് വിശ്രമിക്കാനും നിനക്ക് സന്തോഷിക്കാനുമെല്ലാം ഞാൻ അവസരം നൽകിയില്ലേ. ചിന്തിച്ച് നോക്ക്, സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചോദിക്കുന്ന ഈ ചോദ്യം ഇത് കിട്ടാത്ത ആരാണുള്ളത്? എല്ലാ മനുഷ്യനും ഈ നിഅമത്ത് അനുഭവിക്കുന്നവരാണ്, പണമുള്ളവനും ഇല്ലാത്തവനും അല്ല. ഇതൊന്നും ഇല്ല എങ്കിൽ പോലും സുബ്ഹാനല്ലാഹ്, സലഫുകളിൽ ചിലർ പറഞ്ഞത് കാണാം, ഒരാൾക്ക് ഒരുപാട് സമ്പത്ത് അള്ളാഹു നൽകി, അള്ളാഹുവിനോട് പരലോകത്ത് അവൻ എന്തു പറയാൻ കഴിയില്ല, റബ്ബേ കുറേ പൈസ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അതിൽ ഞാനാകെ, നീ എനിക്ക് കുറേ പൈസ എന്നല്ലോ, അതിൽ കുടുങ്ങി നിനക്ക് ശുക്ർ ചെയ്യാൻ അല്ലെങ്കിൽ നീ കൽപ്പിച്ച് ചെയ്യാൻ എനിക്ക് സാധിക്കാതെ പോയി എന്ന് പറയാൻ കഴിയില്ല. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ സുലൈമാൻ അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പണം ഒരാൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാൻ തടസ്സമാകുമെങ്കിൽ സുലൈമാൻ അലൈഹിസ്സലാമിന് തടസ്സമാകണം. ഇനി ഒരാൾ നേരെ തിരിച്ചിട്ട് പ്രയാസം അനുഭവിച്ചു, ആകെ ബുദ്ധിമുട്ടി, അള്ളാഹു ഈ ബുദ്ധിമുട്ട് കൊണ്ട് നിന്നെ അനുസരിക്കാൻ എനിക്ക് സാധിച്ചില്ല എന്ന് റബ്ബിനോട് പറഞ്ഞാൽ സാധിക്കുകയില്ല. അള്ളാഹു അയ്യൂബ് അലൈഹിസ്സലാമിനെ അവന് മുന്നേ നിശ്ചയിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, 18 കൊല്ലം രോഗബാധിതനായി എന്ന്. 18 കൊല്ലം, 18 വർഷം ശരീരത്തിൽ കൽബും നാവുമല്ലാതെ ബാക്കി മുഴുവൻ അവയവങ്ങൾക്ക് രോഗം ബാധിച്ചു എന്നാണ്. കൽബും നാവും ഒഴികെ, പുറത്തും അകത്തും. എന്നിട്ട് ആളുകൾ മുഴുവൻ ഉപേക്ഷിച്ചു പോയി. രോഗം പകരുമോ എന്ന് പേടിച്ച് ദുർഗന്ധം കൊണ്ട് ഭാര്യ മാത്രം കൂടെ ഉണ്ടായി. ആളുകളൊക്കെ മാലിന്യങ്ങളും മറ്റും ഉപേക്ഷിക്കുന്ന ഒരു മസ്ബലത്തിൻ്റെ അരികിൽ താമസിക്കേണ്ടി വന്നു എന്നാണ്. സമ്പത്തും ആരോഗ്യവും ഒരുപാട് മക്കളും പരിചാരകരൊക്കെ ഉണ്ടായിരുന്ന ശേഷം അയ്യൂബ് അലൈഹിസ്സലാം ക്ഷമയാണ് ക്ഷമിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒടുവിൽ ശിഫ നൽകി. ലോകർക്ക് മുഴുവൻ മാതൃകയായിക്കൊണ്ട്, ക്ഷമാശീലർക്കുള്ള മാതൃകയായിക്കൊണ്ട് സുലൈമാൻ അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ് ജിന്നുകളിലും പക്ഷികളിലും മൃഗങ്ങളിലും ഒക്കെയുള്ള സൈന്യത്തെ നൽകിയിരുന്നു എന്നാണ്. സൂറത്തു സാദിൽ നമുക്ക് കാണാം, കുതിരകളുടെ അരികിലൂടെ പോവുകയാണ്. ഇത് ഉരിദ അലൈഹി ബിൽ അശിയ്യി സ്സാഫിനാത്തുൽ ജിയാദ്. സുബ്ഹാന, കുതിരകൾ ഇങ്ങനെ നിൽക്കുന്നത് 3 കാലിൽ, ഒരു കാലിങ്ങനെ മടക്കി പിടിച്ചിട്ട്, അത് അതിൻ്റെ ആ ഭംഗിയിലും അതുപോലെ ഓടാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഏറ്റവും മുന്തിയ കുതിരകൾ ഇങ്ങനെ നിൽക്കുന്നത് 3 കാല്, ഒരു കാലിങ്ങനെ മടക്കി പിടിച്ചിട്ട്. ഇത് ഉരിദ അലൈഹി ബിൽ അശിയ്യി സ്സാഫിനാത്തുൽ ജിയാദ്. അതിങ്ങനെ നോക്കി നിന്ന് അസ്ർ നിസ്കാരം വിട്ടുപോയി. ഹത്ത തവാറത്ത് ബിൽ ഹിജാബ്, സൂര്യൻ അസ്തമിക്കുവോളം. സുലൈമാൻ അലൈഹിസ്സലാം ഇത് വലിയ പ്രയാസമായി. അദ്ദേഹം റുദ്ദുഹ അലൈ, അതിനെങ്ങ് കൊണ്ടുവരും. ഫതഫിഖ മസ്ഹൻ ബിസ്സൂഖി വൽ അനാഖ്, അള്ളാഹുവിന് വേണ്ടി അതിനെ അറുത്ത് കളഞ്ഞു എന്നാണ്. അള്ളാഹുവിന് വേണ്ടി ആ ശരീഅത്തിൽ അതുപോലുള്ള കർമ്മം അവർക്ക് അനുവദിക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് ഈ ശരീഅത്തിലും കുതിര എന്നത് അറുക്കാൻ അനുവാദമുള്ള, മാംസം കഴിക്കാൻ അനുവാദമുള്ളതാണ്. അതിനെ അറുത്തു കളഞ്ഞു. അള്ളാഹുവിന് വേണ്ടി അത് ഉപേക്ഷിച്ചു എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അള്ളാഹുവിന് വേണ്ടി അതിനെ ഉപേക്ഷിച്ചതിന് റബ്ബ് പകരം നൽകി. സഞ്ചരിക്കാൻ എന്തിൻ്റെ പുറത്താണ് സുലൈമാൻ അലൈഹിസ്സലാം സഞ്ചരിച്ചത്? കാറ്റിൻ്റെ പുറത്ത്. ഉദൂഹ ഷഹറുൻ വറവാഹുഹ ഷഹർ, രാവിലെ പോയാൽ 1 മാസം ദൂരം സഞ്ചരിക്കാം, പകലിലും അതെ, വൈകുന്നേരവും അതെ. ഇതുപോലെ സുബ്ഹാനല്ലാഹ് ദുനിയാവ് ഒന്നാകെ പിന്നീട് ഒരാൾക്കും നൽകാത്ത മുൽക്ക് അല്ലാഹു സുലൈമാൻ അലൈഹിസ്സലാം നൽകിയെന്ന് മാത്രമല്ല, അള്ളാഹു പറഞ്ഞു ഹാദാ അതാഉനാ ഫംനുൻ ഔ അംസിക് ബിഗൈരി ഹിസാബ്, ഇത് നമ്മൾ നൽകിയതാണ്, കൊടുക്കാം പിടിച്ചു വെക്കാം, ബിഗൈരി ഹിസാബ്, കണക്കില്ല, ചോദ്യമില്ല, ഇതേക്കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് സുലൈമാൻ അലൈഹിസ്സലാമിനെ ഇതൊന്നും തടഞ്ഞില്ല. വല്ലാഹി അള്ളാഹുവാണ് ഇതിനേക്കാളെല്ലാം സുലൈമാൻ അലൈഹിസ്സലാമിന് ഇഷ്ടം, സ്നേഹം റബ്ബിനോടായിരുന്നു, പരലോകമായിരുന്നു. വല്ലാഹി യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. ഇപ്പം നോക്കൂ, ഇങ്ങനെ അള്ളാഹു ചോദിക്കും, പറയല്ലോ ഇതെല്ലാം ഞാൻ നിനക്ക് നൽകിയില്ലേ? ഇപ്പം മനുഷ്യൻ പറയും ബൽ ഐ റബ്ബ്, അതേ ബല ഐ റബ്ബ്, അതേ റബ്ബേ. ഫയഖൂൽ, അള്ളാഹുവിനോട് ചോദിക്കും ഫദനൻത അന്നക മുലാഖി, എന്നെ കണ്ടുമുട്ടുമെന്ന് നീ വിശ്വസിച്ചിരുന്നു? ലാ യാ റബ്ബ്, അവൻ പറയും ഇല്ല റബ്ബേ. അപ്പോൾ അള്ളാഹു പറയും അൽ യൗമ അൻസാക കമാ നസീതനി,
നീ ഇഹലോകത്ത് എന്നെ മറന്നു കളഞ്ഞതുപോലെ ഇന്ന് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയുകയാണ്. നീ എന്നെ വിട്ട് കളഞ്ഞതുപോലെ ഇന്ന് ഞാൻ നിന്നെ വിട്ട് കളയുകയാണ്. അഥവാ നരകത്തിൽ അവനെ വലിച്ചെറിയുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ മറക്കുക, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് കണ്ണിൽ കാണുന്നത് പോലെ പരലോകത്തിൽ സഹാബത്ത് വിശ്വസിച്ചു എന്നാണ്. കണ്ണിൽ കാണുന്നത് പോലെ അവരതിൽ വിശ്വസിച്ചു. അതാണ് അവരെ ബാക്കിയുള്ളവരെക്കാൾ മുകളിലെത്തിച്ചത്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക. വഫഖനില്ലാഹു വഇയ്യാകും. സല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.